ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ രണ്ടു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുകയും നെഗറ്റീവിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളെ നിങ്ങളുടെ പേഴ്സണെയും മനസ്സിൽ കണ്ടുകൊണ്ട് യൂണിവേഴ്സിനോട് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്ങിനായി പ്രാർത്ഥിക്കുക. ഇന്ന് ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ച ചോദ്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമോ എന്നാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ഒരു അകൽച്ച കാണിക്കുന്നു, നിങ്ങൾ അതീവ ദുഃഖത്തിലാണ്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമോ അതോ വരില്ലേ എന്നാണ് ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചത്. അപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞ മറുപടിയാണ് ഈ കാർഡ്സിലൂടെ ഞാൻ നോക്കാൻ പോകുന്നത്. എൻ്റെ കൈകളല്ല കേട്ടോ, യൂണിവേഴ്സിൻ്റെ കൈകളാണ് നിങ്ങൾക്കായിട്ട് ഈ കാർഡ്സ് തിരഞ്ഞെടുത്തു തരുന്നത്. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണും. ഈ റീഡിങ് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങും. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ അത്രയും ശ്രദ്ധയോടുകൂടി കേൾക്കണം കേട്ടോ, നല്ല മനസ്സോടുകൂടി കാണണം. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? രണ്ട് കൈകളും നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഈ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാൻ. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് കിട്ടിയിട്ടുള്ള കാർഡ്സിൽ ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് പെൻഡക്കിൾ ആണ്. ഏസ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പുതിയ തുടക്കം, ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നു, വിശ്വസ്തോടെ ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിൽ വിശ്വസിക്കുക. പോസിറ്റീവായ ചിന്തകളോട് കൂടി വേണം കേട്ടോ ഈ റീഡിങ് നിങ്ങൾ കാണാനായിട്ട്. ഇവിടെ രണ്ടാമത്തെ കാർഡ് ദ ഹെർമിറ്റ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഇവിടെ അത്രയേറെ ദുഃഖിച്ച് ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാർഡ് കാണിക്കുന്നത്. അത് ആ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളിവിടെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് അവിടെ യൂണിവേഴ്സ് പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ എത്രയൊക്കെ സന്തോഷം ഉണ്ടെങ്കിലും അവർക്ക് ചുറ്റുപാട് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിലൊക്കെ അവർ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന അതേ വിഷമവും അവരനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ വേദനയും നിങ്ങളുടെ ഒറ്റപ്പെടലും അവർ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങി. അടുത്ത കാർഡ് കണ്ടോ? കിങ് ഓഫ് കപ്പാണ്. കിങ് ഓഫ് കപ്പ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവരുടെ ചിന്ത. അവർ നിങ്ങളിലേക്ക് വരാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ്. ഇവിടെ ഒരു ഷിപ്പിൻ്റെ എനർജി കണ്ടോ? അത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അവർ ഒത്തിരി മാറ്റങ്ങൾ അവരിലേക്ക് സംഭവിച്ചു എന്നാണ് കാണിക്കുന്നത്. എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹവും കരുതലും ഇപ്പോൾ കൂടി. മുന്നേ ഉള്ളതുപോലെയല്ല. ഇന്ന് ഞാൻ എൻ്റെ പാസ്റ്റിനെ കുറിച്ച് നമ്മളുടെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി എത്രയോളം സ്നേഹം നിനക്ക് എന്നോടുണ്ടെന്ന്. ഞാൻ നിന്നിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ആകെ ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ തന്നെയാണ് ഞാനിരിക്കുന്നത്. എനിക്ക് ചുറ്റും എല്ലാവരുമുണ്ട്, എന്നാൽ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് ഈ കാർഡ്സിൽ കാണിച്ചു തരുന്നത്. ഇവിടെ അവരുടെ മുന്നിലിരിക്കുന്ന കപ്പിൽ അവർ കൈവച്ചിരിക്കുകയാണ്. എന്താ അവർ ചിന്തിക്കണമെന്നറിയോ? എങ്ങനെയായാലും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെയാണ് അവരാഗ്രഹിച്ചിരിക്കുന്നത്. നിങ്ങളെന്ന ആ പേഴ്സണെയാണ്. ആ പേഴ്സണിലേക്കുള്ള മടങ്ങി വരവ് തന്നെയാണ് ഈ കപ്സ് കാർഡ് കാണിക്കുന്നത്. അടുത്തത് എന്താ? നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളടുത്തേക്ക് വരുന്ന എനർജിയാണ്. അതാണ് 6 ഓഫ് സ്വാർഡ്സ് കാർഡ്. അവരുടെ ചിന്തകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അവർ ചിന്തിക്കുന്ന ഓരോ കാര്യവും പാസ്റ്റിനെ കുറിച്ച്, എന്താ നമുക്കിടയിൽ സംഭവിച്ചതെന്ന്, അവിടെ സംഭവിച്ച തെറ്റുകൾ തിരുത്തണമെന്നും അവരൊത്തിരി ആഗ്രഹിച്ചിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ? നിങ്ങളിലേക്ക് വരികയാണ്. അടുത്ത കാർഡ് എന്താണ്? നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ
നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നൊരു പേഴ്സണെയാണ് കാണിക്കുന്നത്. അവിടെ ഒരു ഫ്ലവർ അല്ല അവർ കയ്യിൽ പിടിച്ചേക്കുന്നത്, ഒരു ബക്കറ്റാണ്. അവരുടെ കൈ നിറയെ ഒരു കൂട്ടം പൂക്കളാണ്. അവർ നിങ്ങളിലേക്ക് അവരുടെ പ്രണയം പറയുവാനായിട്ട് തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. മനസ്സിലായോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആണ്. അവരൊറ്റയ്ക്ക് പോരാടാണ്. അവരുടെ വിഷമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറണമെന്നും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷമം ഉണ്ടല്ലോ, ആ നിരാശ, അതിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവരണമെന്നും അവരാഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഉടനടി അവർ ഒരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് ഉടനടി വരാൻ പോകുന്നു എന്നാണ് ഇവിടെ നൈറ്റ് ഓഫ് സ്വാർഡ്സ് കാർഡ് കാണിക്കുന്നത്. കണ്ടോ? ഇവിടെ ഇത്രയും കാർഡ്സ് കാണിച്ചതിലും നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു, പ്രണയം പറയാൻ പോകുന്നു, നിങ്ങളിലേക്ക് ഓടി എത്താൻ നോക്കുന്ന ഒരു എനർജിയാണ്. അവർ ചിന്തിക്കുന്നുണ്ട്. ദ മാജീഷ്യൻ കാർഡ് എന്താ പറയുന്നത്? അവർ ചിന്തിക്കുകയാണ്, അത്ഭുതം സംഭവിക്കണം, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കണം, എനിക്ക് ആ പേഴ്സൺ എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യണം, അഗാധമായ പ്രേമം എനിക്ക് ആ വ്യക്തിയോട് ഇപ്പോൾ തോന്നുന്നു, മുന്നൊന്നും കണ്ടിട്ടില്ലാത്ത അത്രയും പ്രേമം ഞാൻ ഇന്ന് ആ വ്യക്തിക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യൂണിവേഴ്സ് അതിനെ അനുഗ്രഹിക്കണം. ഇത്രയും കാർഡ്സിൽ കൂടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വേദന മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവർ വരാനാണ് ഒരുങ്ങുന്നത്. അവർ സ്നേഹം നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. എത്രത്തോളം സ്നേഹമാണ് നിങ്ങൾ അവർക്ക് നൽകിയിരുന്നതെന്ന് അവർ റിയലൈസ് ചെയ്തു. അവർ മൂവ് ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്. അവർ ഓടുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, യൂണിവേഴ്സ് ഒരു മാജിക് സംഭവിക്കണം, ഒരു മിറാക്കിൾ സംഭവിക്കണം, നിനക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്കിടയിൽ ഇത്രയും തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം മാറ്റി യൂണിവേഴ്സ് വേണം എന്നെയും ആ പേഴ്സണെയും ഒന്നിപ്പിക്കാനെന്ന് അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു മാജിക്ക് ലൈഫിൽ സംഭവിക്കാൻ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് 10 ഓഫ് കപ്സ് കാർഡ് കണ്ടോ? നിങ്ങളായിട്ടുള്ള ആ ഒരു പുതിയ തുടക്കം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. എന്താ ലവേഴ്സ് കാർഡ് കാണിക്കുന്നത്? നിങ്ങളാണ് അവരുടെ പ്രാണൻ എന്നാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി അനുഭവപ്പെടുന്നുണ്ട്. എത്ര ആൾക്കാർ അവർ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവാം, എത്ര ആൾക്കാർ അവർ കാണുന്നുണ്ടാവാം, എങ്കിലും നീ മാത്രമാണ് എന്നെ ഇത്ര മാത്രം പ്രണയത്തിൽ വീഴാനായിട്ട്, ആ ഒരു ഓർമ്മയിൽ മുഴുകാനായിട്ട് നിനക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്ന് അവർ പറയുന്നു. നിങ്ങളോട് അവർ പറയുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളും അവരും തമ്മിൽ അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള എല്ലാ ചാൻസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഓരോ കാർഡ്സും നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങളുടെ ഒറ്റപ്പെട്ട അവസ്ഥയെ മനസ്സിലാക്കുന്നു, അവർ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒരുങ്ങിയല്ല പോന്നിട്ടുണ്ട് അവർ കേട്ടോ. നിങ്ങൾക്കായിട്ട് നിങ്ങളോട് ലവ് പറയാനായിട്ട് അവർ ഒരുങ്ങിയിരിക്കുന്നു. അവർ അതിവേഗത്തിലാണ് ട്രാവൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് അതിവേഗത്തിൽ ട്രാവൽ ചെയ്യുന്നു. മജീഷ്യൻ കാർഡ് എന്താ കാണിക്കുന്നത്? നിങ്ങളിലേക്ക് ഒരു മാജിക് കൊണ്ടുവരണം, ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണമെന്ന് തന്നെയാണ് ഇവിടെ ഈ മജീഷ്യൻ കാർഡ് കാണിക്കുന്നത്. അടുത്തത് കാർഡ് എന്താണെന്നാ? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു മാരേജ്, ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളും തമ്മിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അവരാഗ്രഹിക്കുന്നു. ലവേഴ്സ് കാർഡും അത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കണ്ണിൽ നോക്കി അവർ നിങ്ങളോട് പ്രണയം പറയുമെന്നാണ്. ഇവിടെ കണ്ണിൽ നോക്കി നിൽക്കുന്ന 2 വ്യക്തികളെയാണ് കാണിക്കുന്നത്. അവർക്ക് അഗാധമായ പ്രണയം നിങ്ങളിൽ ഉണ്ട്, നിങ്ങളോടത് അവർ തുറന്നു പറയും എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആദ്യം വേണ്ടത് പോസിറ്റീവ് ചിന്തകളാണ്.
നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക. അത് യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് വേണം കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്നോട് കുറച്ച് പേരെ മാഡം ക്ലൂസ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഇതുവരെയ്ക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ഞാനിവിടെ കുറച്ച് ക്ലൂസ് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മെസ്സേജ് ചെയ്തായിരുന്നു. അത് പറഞ്ഞതുകൊണ്ട് മാത്രം കുറച്ച് ക്ലൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എത്ര പേർക്ക് റെസിനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസിനേറ്റ് ആവുന്നവർ അത് സ്വീകരിക്കുക കേട്ടോ. നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെയും നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് ഞാനിവിടെ നോക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഡേറ്റും. അത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാണാനുള്ള ഒരു ഡേറ്റ് ആയിരിക്കണം. മനസ്സിലായോ? കണ്ടുമുട്ടുവാൻ പോകുന്ന, ഇനി നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകാൻ പോകുന്ന ഒരു ഡേറ്റ്. അത് നമുക്ക് നോക്കാം. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. യൂണിവേഴ്സിൽ അത്രയും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കാണാനാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് സ്വീകരിച്ചാൽ മതി കേട്ടോ. 70 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്, പി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ഉണ്ട്, കെ 16, എച്ച്, ആർ എന്ന് പറഞ്ഞ ലെറ്റർ, യു എന്ന് പറഞ്ഞ ലെറ്റർ, 40 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ്, എ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ, ജി, എൽ, എം, 15, എസ് എന്ന് പറഞ്ഞ ലെറ്റർ, ജെ എന്ന് പറഞ്ഞ ലെറ്റർ. ഇത്രയും ലെറ്റേഴ്സ് നമ്മൾ നോക്കി അത് നിങ്ങൾക്ക് പോസിബിൾ ആവുന്നുണ്ടെങ്കിൽ എടുക്കുക. പിന്നെ ഡേറ്റ്, ഈ ഏതെങ്കിലും ഡേറ്റിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനോ സംസാരിക്കുവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ക്ലൂസ് എടുക്കുന്നത്. അത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ്. എനിക്ക് മെസ്സേജ് വന്നതുകൊണ്ടാണ്. കുറച്ച് പേര് മാഡം അങ്ങനെയൊന്ന് എടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് എടുത്ത് നോക്കിയതാണ്. നിങ്ങൾക്ക് ഇനി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എത്ര പേർക്ക് റെസിനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസിനേറ്റ് ആവുന്നവർ സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ അത് വിട്ടുകളഞ്ഞോളൂ. അത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിപ്പോൾ ആ ക്ലൂസ് അത്രയും എടുത്തത് കേട്ടോ. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതല്ല. ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്ന ക്ലൂസും കാർഡ്സുമാണ്. അത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് പല എനർജീസ് അല്ലേ. ആർക്കൊക്കെ അത് വാല്യൂ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്കൊരു ഗൈഡ് ആയിട്ട് നിൽക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ. അത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഗൈഡൻസ് തരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് യൂണിവേഴ്സിൽ എല്ലാം സമർപ്പിച്ചിട്ട് വിശ്വസിച്ചുകൊണ്ട് റീഡിങ് കാണാൻ ശ്രമിക്കൂ. നിങ്ങളുടെ വിലപ്പെട്ട മെസ്സേജസ് എനിക്ക് ആവശ്യമാണ്. പിന്നെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്വന്തം നിംസ്.